ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ക്ലാസ് ഫോണെന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസ് അല്ലെങ്കിൽ കിഡിലോസ്കി, മലയാളത്തിൽ അങ്ങനെ പറയാം. കാര്യം അത്രയും നല്ലൊരു ഫോണാണ്. കാര്യം നമ്മൾക്കിടയിൽ ഒരു ഫോൺ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനെ അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിവ്യൂ നമ്മൾ ശരിക്കും പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള Reno5 Pro എന്ന് പറയുന്ന ഒരു ഫോണാണ്. 5 Pro 5G ഡിവൈസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിനെ അൺബോക്സ് ചെയ്ത് ഫോണിൻ്റെ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ബോക്സിൻ്റെ ഏറ്റവും ടോപ്പിലെ ഒപ്പോയുടെ ഒരു ബ്രാൻഡിങ്, അതുപോലെ തന്നെ Reno5നെ സൂചിപ്പിക്കുന്ന 5 ഇവിടെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം Reno5 എന്നുള്ളൊരു ബ്രാൻഡിങ്, 5G ഡിവൈസിനെ സൂചിപ്പിക്കുന്ന 5G എന്നുള്ളൊരു നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. അതിൽ ഒപ്പോ എന്നുള്ളൊരു ബ്രാൻഡിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കവർ മാറ്റ് ഫിനിഷിലുള്ള ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലായി കൊടുത്തിരിക്കുന്ന ഒരു കവറാണ്. ആ കവറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ അകത്ത് ഒരു മാനുവൽ ബുക്ക്, എല്ലാ ഫോണുകളുടെയും കൂടെ ഉള്ള തന്നെ ഒരു മാനുവൽ ബുക്ക്, അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഒരു കവർ ഈ ഫോണിനൊപ്പം അവൈലബിൾ ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കവർ തന്നെയാണ് ഫോണിനൊപ്പം കൊടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം ഫോണിനെ മാറ്റി വെക്കുന്നു. അതിൻ്റെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ കവർ മാറ്റി ഒരു 64 വാട്ടിൻ്റെ ഒരു ചാർജർ ഈ ഫോണിനൊപ്പം അവൈലബിൾ ആണ്. സൂപ്പർ വോക്ക് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിനൊപ്പം ഒരു ഹെഡ്ഫോൺ അവൈലബിൾ ആണ്. USB-C ടൈപ്പാണ് ഹെഡ്ഫോണ്. അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴുള്ള എല്ലാ ഫോണുകളിലും നമുക്ക് ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള C പോർട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഉപകാരമാണ്. മറ്റ് ഫോണുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഹെഡ്ഫോൺ ഉണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നീട് ഒരു USB to USB-C ലൈറ്റ്നിങ് കേബിളാണ് ഈ ഫോണിനൊപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. 5 Proയുടെ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ബോക്സിനെ തൽക്കാലം മാറ്റി വെക്കുന്നു. നമ്മൾ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ഇതാണ് ഒപ്പോയുടെ Reno5 Pro എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡിവൈസ്. ആസ്ട്രൽ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ് നമ്മളുടെ ഇന്ന് അൺബോക്സ് ചെയ്യാനായി ലഭിച്ചിരിക്കുന്നത്. ഒരു വെൽവെറ്റ്, നമ്മൾ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, വെൽവെറ്റ് പോലുള്ള ഒരു മെറ്റീരിയൽ ഫിനിഷിലാണ് ഈ ഒരു ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒരു ബാക്ക് സൈഡിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഒന്നും ഇതിൽ പതിയുന്നില്ല. അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ബാക്കിയുള്ള എല്ലാം ഈ ഗ്ലാസ് പാനൽ മെറ്റീരിയലാകുമ്പോൾ എപ്പോഴും അത് കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എല്ലാം ഇതിൽ പതിയുന്നതായിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല ബാക്കിലൊരു മെറ്റീരിയൽ എല്ലാം നമ്മുടെ ഒരു ഫിംഗർ പ്രിൻറ്റോ കാര്യങ്ങളൊന്നും പതിയാത്ത രീതിയിൽ വളരെ നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ബ്ലൂ കളറാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വെൽവെറ്റ് മെറ്റീരിയലിൻ്റെ ഒരു ഫിനിഷാണ്. ഇതിലൊരു മാറ്റ് ഫിനിഷ് എന്നല്ല, ഒരു വെൽവെറ്റ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലാണ് ഇതിൽ ലഭിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് എന്നല്ല, ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു പാറ്റേൺ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും ചെക്ക് ചെയ്യാൻ പോകുന്ന ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഡീറ്റെയിലുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം. ഫോണിൻ്റെ ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോൾ തന്നെ 6.55 ഇഞ്ച് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 800 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ ഏറ്റവും ടോപ്പിലായി പഞ്ച് ഹോൾ ഡിസൈനിലാണ് ഇതിൻ്റെ ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3D ഡിസൈനിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഫോണിൽ ലഭിക്കുന്നതാണ്. പിന്നീട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പവർ ബട്ടണ്, അതുപോലെ തന്നെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കറ്റ്സ്, ഫോണിൻ്റെ ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായാണ് സിം പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് ആണുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നീട് C പോർട്ട്, ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്പീക്കർ സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നു. ഏറ്റവും ടോപ്പിലായിട്ടും ഒരു മൈക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നീട് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഒരു വെൽവെറ്റ് ഡിസൈനാണ് ബാക്കിൽ ഫീൽ ചെയ്യുന്നത്. ഒരു ബ്ലൂ കളറാണെങ്കിൽ വളരെ ഒരു സ്റ്റാൻഡേർഡ് ഫീലാണ് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. 3 ക്യാമറകൾ താഴേക്ക് ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിലെ ക്യാമറയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്യാമറ, അങ്ങനെ 4 ക്യാമറകളും അതിന് തൊട്ട് താഴെ ഒരു ഫ്ലാഷ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. പിന്നീട് ഏറ്റവും അടിയിൽ ഒപ്പോയുടെ ഒരു ബ്രാൻഡിങ് മാത്രമാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു കളർ വേരിയൻ്റാണ് ഈ ഫോണിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഒപ്പോ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളരെ കെയർവേഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്നുള്ളൊരു ഭയം വേണ്ട. അതുപോലെ തന്നെ 173 ഗ്രാം മാത്രമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നീട് ഇതിൻ്റെ ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ
മീഡിയടെക് ഹെലിക്കോ എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 7nm ചിപ്സെറ്റാണ്. അതുപോലെ തന്നെ CPU വരുമ്പോൾ ഒക്ടാകോർ പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്, അതുപോലെ തന്നെ 5G ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഒരു പെർഫോമൻസും ഈ ഫോണിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു ഫീച്ചറാണ് 90 Hz റിഫ്രഷിംഗ് റേറ്റ്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, അതുപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയൊക്കെ ഈ ഫോണിൽ ലഭിച്ചിരിക്കുന്നത് 90 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ 90 Hz റിഫ്രഷിംഗ് റേറ്റ്, 60 Hz റിഫ്രഷിംഗ് റേറ്റ്, 120 Hz റിഫ്രഷിംഗ് റേറ്റ് എന്നുള്ളതൊക്കെ തമ്മിൽ എപ്പോഴും ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ഈ ഒരു റിഫ്രഷിംഗ് റേറ്റ് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന്. അപ്പം നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിനായിട്ടൊരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം. ഒരു 60 Hz റിഫ്രഷിംഗ് റേറ്റും 90 Hz റിഫ്രഷിംഗ് റേറ്റും, ഇപ്പോൾ ഈ ഫോണിലുള്ള 90 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ്. അപ്പോൾ അതിന് താഴെയുള്ളൊരു 60 Hz റിഫ്രഷിംഗ് റേറ്റുമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായി കാണുന്ന 60 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോൺ സ്ക്രീൻ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 90 Hz റിഫ്രഷിംഗ് റേറ്റ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലെ സ്ക്രീൻ തരുന്നത്. നേരെ മറിച്ച് റൈറ്റ് സൈഡിലെ സ്ക്രീനിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ് ആ സ്ക്രീൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ 90 Hz റിഫ്രഷിംഗ് റേറ്റ് വരുമ്പോൾ നമ്മളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മളൊരു ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് റൺ ചെയ്യുമ്പോഴുള്ള ഒരു ലേറ്റൻസി കുറച്ച് വളരെ ഫാസ്റ്റായിട്ട് തന്നെ, വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ സ്ക്രീനിനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു 90 Hz റിഫ്രഷിംഗ് റേറ്റ് വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ Reno5 Proയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്ന ആൻഡ്രോയിഡ് 11ൻ്റെ കളർ വോയ്സ് ആയിട്ടുള്ള 11.1 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ആൻഡ്രോയിഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ 4350 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു 1 ഡേ യൂസിൽ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി അവകാശപ്പെടുന്ന ഇതിൻ്റെ 65 വാട്ട്സ് പവർ ചാർജർ കൊണ്ട് ഫോണിനെ 5 മിനിറ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ 4 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അത് എത്രമാത്രമുണ്ട് നിങ്ങൾ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഫോണിൽ 2 സിം ഓപ്ഷനും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് വിടാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ 4G എനേബിൾഡ് ആയിട്ടുള്ള 2 സിമ്മുകളാണ്. അതുപോലെ തന്നെ 5Gയിലേക്ക് മാറുമ്പോൾ നമുക്ക് 5G സിമ്മും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 5G ഡിവൈസ് തന്നെയാണ് ഈ ഫോൺ. അതുപോലെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്കായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ഐഡി റെക്കഗ്നിഷനും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഓവറോൾ ഒരു ഡീറ്റെയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഫോണിൻ്റെ ഒരു വജ്രായുധം എന്ന് പറയാൻ സാധിക്കുന്ന ഇതിൻ്റെ 4 ബാക്കിലെ ക്യാമറയെ പറ്റിയും അതുപോലെ തന്നെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറയെ പറ്റിയുള്ള ഡീറ്റെയിലാണ്. അപ്പോൾ ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 4 ക്യാമറകൾ കൊടുത്തിരിക്കുന്നു. ഏറ്റവും മുകളിലായി മെയിൻ ക്യാമറ 64 മെഗാപിക്സലാണ്, 1.7 ആണ് അപ്പർച്ചർ, 26 mm വൈഡ് ക്യാമറയാണ് ബാക്ക് സൈഡിലെ മെയിൻ ക്യാമറ. രണ്ടാമത്തെ ക്യാമറ അൾട്രാ വൈഡ് ക്യാമറയാണ്, 8 മെഗാപിക്സലാണ് രണ്ടാമത്തെ ക്യാമറ, f2.2 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. മൂന്നാമത്തെ ക്യാമറ ഒരു മാക്രോ ക്യാമറ ആണ്, 2 മെഗാപിക്സൽ, f2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. പിന്നീട് നാലാമതൊരു ക്യാമറ കൊടുത്തിരിക്കുന്ന ഡെപ്ത് ക്യാമറ ആണ്, 2 മെഗാപിക്സലാണ് അതിൻ്റെ ക്യാമറ, അതിൻ്റെയും അപ്പർച്ചർ 2.4 ആണ്. പിന്നീട് മുൻവശത്തേക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ ഒരു പഞ്ച് ഹോൾ ഡിസൈനിലാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സൽ, f2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. അതൊരു വൈഡ് ആംഗിൾ ക്യാമറ തന്നെയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ ക്യാമറയും ഫ്രണ്ടിലെ ക്യാമറയെക്കുറിച്ചുള്ള ഡീറ്റെയിലും മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത ഒരു വീഡിയോ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, അത് എത്രമാത്രം നമ്മുടെ ഈ ഫോണിൻ്റെ ഒരു പ്രൈസിനോട് യോജിക്കുന്ന തരത്തിലുള്ളതാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ മെയിൻ ക്യാമറ 64 മെഗാപിക്സൽ, അപ്പർച്ചർ 1.7, 26 mm വൈഡ് ആംഗിൾ ലെൻസിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ HD ആണ്, 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ പരിശോധിക്കുക. സ്റ്റെബിലൈസേഷൻ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. നടന്നുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിലാണ്, 8 മെഗാപിക്സലാണ്, f2.2 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. 60 ഫ്രെയിം പെർ സെക്കൻഡ് ഫുൾ HDയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷൻ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നടന്നുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയുടെ ക്വാളിറ്റി. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ സെൽഫി ക്യാമറ 32 മെഗാപിക്സലാണ്, f2.4 ആണ് അപ്പർച്ചർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി.
അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ക്യാമറ തന്നെയാണ് ഫ്രണ്ടിൽ. 2.4 അപ്പർച്ചർ, ഫുൾ HD ഷൂട്ട് ചെയ്യുന്നു. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ബാക്കിലെ 3 ക്യാമറയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മെയിൻലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വിവോയുടെ ഒരു ഫോൺ V20 ചെയ്തപ്പോൾ അതിൻ്റെ ഡെപ്ത് ക്യാമറയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ അന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ ഫോണിൻ്റെ മാക്രോ ക്യാമറയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെപ്ത് ക്യാമറ, അതിനായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത അത്യാവശ്യം വെയിറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതൊരു മിനിയേച്ചർ ഗാർഡനാണ്. അപ്പോൾ ഈ മിനിയേച്ചർ ഗാർഡനിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രമാത്രമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഈ ഫോണിൻ്റെ ഡെപ്ത് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഇത് ഇങ്ങനൊരു വിഷ്വൽ തന്നെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് എത്രമാത്രം ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ അടുത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഡെപ്ത് ക്യാമറകളുള്ള വിഷ്വൽ ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി ഇത് എത്രമാത്രം അടുത്ത് വെച്ചാണ് ഞാൻ ഇതിൻ്റെ ഈ വിഷ്വലുകൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഡെപ്ത് ക്യാമറയിലാണ്. വളരെ നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു റിസൾട്ട് തന്നെയാണ് ഇതിൻ്റെ ഡെപ്ത് ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഈ ക്യാമറയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ മെയിൻ ക്യാമറയിൽ അതുപോലെ തന്നെ ഈ ക്യാമറയിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. നമ്മുടെ കണ്ണുകൊണ്ട് ഇതിൽ ഇരിക്കുന്ന ഓരോ പൊടി വരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഡെപ്തിലുള്ള ഒരു വളരെ ഡെപ്ത് ഡീറ്റെയിലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഒപ്പോ Reno5 Proയുടെ ക്യാമറയുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. 4 ക്യാമറകൾ, അതുപോലെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറ മാത്രമാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഒപ്പോയുടെ ഇതുവരെയുള്ള സ്മാർട്ട് ഫോണിലെ ഏറ്റവും കിഡിലോസ്കി ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ Reno5 Proയിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫാസ്റ്റായിട്ടുള്ളൊരു പെർഫോമൻസ്, ഓവറോൾ ഈ ഫോണ് എന്തുകൊണ്ടും വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു നെറ്റ് കപ്പാസിറ്റി, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീന്, അതുപോലെ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസ്, എന്തുകൊണ്ടും വളരെ നല്ലൊരു ഫോൺ തന്നെയാണ് ഒപ്പോയുടെ ഈ ഫോണെന്ന് ഞാൻ 100% പറയുവാണ്. കാര്യം അത്രയും നല്ലൊരു സ്ലിം ആയിട്ടുള്ളൊരു ഡിസൈന്, എല്ലാം കൊണ്ടും വളരെ സ്റ്റാൻഡേർഡായിട്ടാണ് ഈ ഫോണിനെ ഒപ്പോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൻ്റെ വിലഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ 8GB റാം, അതുപോലെ തന്നെ 128GB വേരിയൻറ്റിൻ്റെ വില 36,990 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 8GB റാം 128GB മേടിച്ചിട്ട് നിങ്ങൾക്ക് മെമ്മറി കാർഡ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതിയാവുന്നതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയന്. അതുപോലെ തന്നെ ഈ ഫോണിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡെമോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും തൊട്ടടുത്തുള്ള ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ ചെല്ലുക. ഈ ഫോണിൻ്റെ ഡെമോസ് അവൈലബിൾ ആണ്. ഈ ഫോൺ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഈ ഫോണിൻ്റെ ഒരു പ്രൈസ് വർത്ത് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഈ ഒരു ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രയും നല്ലൊരു ഫോൺ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ബാക്ക് സൈഡിലെ ഡിസൈൻ ആണെങ്കിലും ആ ഒരു വെൽവെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും നേരം ഉപയോഗിച്ചിട്ടും എൻ്റെ കയ്യിലെ വേർപ്പോ കാര്യങ്ങളൊന്നും ഈ ഫോണിൽ, എൻ്റെ ഫിംഗർ പ്രിൻറ്റോ കാര്യങ്ങളൊന്നും ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ പോലും പതിഞ്ഞിട്ടില്ല. ഒരിക്കൽ കൂടി ഇതാണ് ഫോണിൻ്റെ ഒരു ഡിസൈന്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ ഡിസ്പ്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒപ്പോ Reno5 Pro 5Gയുടെ ഓവറോൾ ഡീറ്റെയിൽ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ TB Enjoy സൈനിങ് ഓഫ്. ബൈ.